ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് അഖിൽ മാരാരും ഷിജുവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരുന്നുവെന്നും തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നുവെന്നും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഫിറോസ് ഖാൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അഖിൽ പ്രതികരിച്ചത്. തങ്ങൾ ചേർന്ന് കളിച്ചിരുന്നുവെങ്കിൽ അത് ജനത്തിന് മനസ്സിലാകില്ലായിരുന്നോ എന്നാണ് അഖിൽ ചോദിക്കുന്നത്. ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഫിറോസ്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. മലയാളി പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാകില്ലേ, കോമൺ സെൻസ് ഇല്ലേ എന്നായിരുന്നു അഖിൽ ചോദിച്ചത്. ഈ ലക്ഷക്കണക്കിന് ജനതയെ വിഡ്ഢിയായിട്ടാണോ കാണുന്നത്? ഷിജു എന്ന വ്യക്തിയുമായി ഹൗസിനുള്ളിൽ എനിക്ക് നല്ല സൗഹൃദമുണ്ടായി. അത് ജനം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തെയും നിർത്തി എന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. ഇതിന് ഫിറോസ് ഖാൻ നൽകിയ മറുപടി ഇങ്ങനെ: ചിലർ ജീവിതത്തിൽ ഒന്നാന്തരമായി അഭിനയിക്കുന്നവരാണ്. ഒരു നാൾ അത് തെളിയും. ജനങ്ങളെ വിഡ്ഢികളായിട്ടാണോ കാണുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത്. സൗഹൃദം തിരിച്ചറിഞ്ഞ് എൻ്റെ ഒപ്പം നിർത്തി. ജനങ്ങൾ ഷിജുവിനെ നിർത്തിയെന്ന് അഖിൽ പറഞ്ഞത്, അതായത് അദ്ദേഹം പറയുന്നത് നിഴൽ പോലെ എന്നാണ്. 100 ദിവസം കഴുതയെ പോലെ ജീവിക്കുന്നതിലും നല്ലത് ഒരു ദിവസം പുലിയെ പോലെ ജീവിച്ചുകൂടെ? അഖിൽ മനസ്സിലാക്കേണ്ട കാര്യം, ചലഞ്ചേഴ്സ് എന്ന് 4 പേരെ വിട്ടത് മത്സരാർത്ഥികളെ ചലഞ്ച് ചെയ്യാനോ ഗെയിം കളിക്കാനോ അല്ല, നിങ്ങളുടെ ഗെയിമിനെയൊക്കെ ഒന്ന് അപ്പ് ചെയ്യാനാണ്. അതുകൊണ്ട് ചലഞ്ചേഴ്സിനൊപ്പം കട്ടയ്ക്ക് കളിച്ചു നിന്നു എന്ന് അഖിലിൻ്റെ പ്രസ്താവനയോട് യോജിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഗെയിം കളിച്ചിട്ടില്ലല്ലോ. വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഷിജു ചേട്ടനെ തോന്നിയത്. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നുവെങ്കിൽ കളി മാറുമെന്ന് തോന്നിയിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ഇരുവരുടെ സൗഹൃദത്തെ പൊട്ടിക്കാനൊരു ശ്രമം ഞാൻ ബിഗ് ബോസിൽ വെച്ച് നടത്തിയിരുന്നു. അപ്പോഴാണ് ഷിജു ചേട്ടൻ പറഞ്ഞത്, 2-3 വർഷം മുമ്പ് പരിചയപ്പെട്ടവരാണെന്നും പിന്നെ നിങ്ങൾക്ക് ഒരേ വൈബാണെന്നും മനസ്സിലാക്കി ആ സൗഹൃദം തുടർന്നു. നമ്പറുകൾ പരസ്പരം കൈമാറി വിളിക്കുന്നുണ്ട്, സൗഹൃദം ശക്തമാകുന്നുണ്ട്. അതിനിടയിലാണ് ബിഗ് ബോസിൽ വരുന്നത്. ഹൗസിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ പലതവണ വിളിച്ചിരുന്നു. വരുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, നമ്മുടെ സൗഹൃദം ഒരിക്കൽ പോലും നശിക്കില്ല എന്ന്. ഈ കാര്യം എന്നോട് പറഞ്ഞത് ഷിജു ചേട്ടനാണ്. അത് തെറ്റാണെങ്കിൽ ഷിജു ചേട്ടൻ വന്ന് എന്നോട് പറയട്ടെ. ബിഗ് ബോസിലുണ്ടായ സൗഹൃദം പെട്ടെന്ന് തകരുമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പുറത്തുനിന്ന് തുടങ്ങിയ സൗഹൃദമാണെന്നും ഈ സൗഹൃദത്തിന് മരണത്തോളം ആയുസ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്രയും സൗഹൃദമുള്ള നിങ്ങൾ എന്താണ് സംസാരിച്ചിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ചോറ് തന്നെയാണ് ഉണ്ണുന്നത്. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് പലതവണ വിളിച്ചിരുന്നു. അതൊരു സൗഹൃദത്തിൻ്റെ പേരിലാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് എന്നാണ് ഫിറോസ് ഇപ്പോൾ ശക്തമായി അഖിൽ മാരാർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തുവായാലും ഇനി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.